നമ്മൾ സാധാരണ ജിമ്മിൽ പോകുമ്പം അവിടെ 2 ടൈപ്പ് ട്രെയിനേഴ്സിനെ കാണാറുണ്ട്. നമുക്ക് ജനറൽ ട്രെയിനറുണ്ട്, പേഴ്സണൽ ട്രെയിനറുണ്ട്. അപ്പോൾ സാധാരണ പേഴ്സണൽ ട്രെയിനർ ജനറൽ ട്രെയിനറിനെക്കാളും എക്സ്പെൻസീവ് കൂടുതലുമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ആൾക്കാർ പേഴ്സണൽ ട്രെയിനർ തിരഞ്ഞെടുക്കുന്നത്? എന്താണ് ഈ പേഴ്സണൽ ട്രെയിനറും ജനറൽ ട്രെയിനറും തമ്മിലുള്ള വ്യത്യാസം? അത് ഇപ്പോൾ ഈ ജനറൽ ട്രെയിനറും പേഴ്സണൽ ട്രെയിനിങ് നമ്മൾ ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു ജനറൽ ട്രെയിനറിനെ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ ട്രെയിനർ ആ ജിമ്മുകളിൽ ഒരുപാട് പേര് വരും അല്ലേ. അപ്പോൾ എല്ലാവരെയും ആ പുള്ളിയാണ് കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓരോ ആളുകൾക്കും അവരുടെ ഗോളുകൾ വ്യത്യാസമായിരിക്കും, അവരുടെ ഫിറ്റ്നസ് ലെവൽ വ്യത്യാസമായിരിക്കും, അവരുടെ ഏജ് വ്യത്യാസമായിരിക്കും, പല അസുഖങ്ങളുള്ളവർ കാണും. പക്ഷേ ഒരു ജനറൽ ട്രെയിനറെ സംബന്ധിച്ച് കോമൺ ആയിട്ട് എല്ലാവർക്കും ഓക്കെ ആവുന്ന ഒരു വർക്കൗട്ട് മാത്രമേ കൊടുക്കാൻ പറ്റൂ. മനസ്സിലായത്? അത് ഓരോരുത്തർക്ക് ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ടു പേഴ്സൺ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ജിമ്മിൽ വരുന്ന എല്ലാവർക്കുമായിട്ട് കോമൺ ആയിട്ടൊരു വർക്കൗട്ടുകളെ കൊടുക്കാൻ പറ്റും, എല്ലാവർക്കും ഓക്കെ ആവുന്ന വർക്കൗട്ടുകൾ. അതേസമയം പേഴ്സണൽ ട്രെയിനർ ആകുമ്പോൾ ഇപ്പോൾ ജയശ്രീ വരികയാണ്. അപ്പോൾ ജയശ്രീക്ക് ഫിസിക്കലി എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്തിട്ട് ജയശ്രീക്ക് മാത്രമായിട്ടൊരു പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള ഒരു വർക്കൗട്ട് ഷെഡ്യൂൾ നമുക്ക് തരാൻ പറ്റും, ഈ ജനറൽ പേഴ്സണൽ ട്രെയിനറിന് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ആ ക്ലയൻറ്റിൻ്റെ ഫുഡ്, ആ ക്ലയൻറ്റ് സ്ലീപ്പ്, ആ ക്ലയൻറ്റ് ഒരു ദിവസത്തെ ഷെഡ്യൂൾ മൊത്തം ഈ പേഴ്സണൽ ട്രെയിനറാണ് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് പേഴ്സണൽ ട്രെയിനറിൻ്റെ ഒരു അഡ്വൈസോട് കൂടി നിങ്ങൾക്ക് മുന്നോട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോള് നമുക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഇഞ്ചുറീസ് ഒന്നും ഉണ്ടാവത്തില്ല. അതായത് പറഞ്ഞാൽ മനസ്സിലായത്? അതായത് GT ആകുമ്പോൾ കോമൺ ആയിട്ടൊരു ഇതായിരിക്കും, മറ്റേ നമുക്ക് പേഴ്സണൽ പറയുന്നത് കുറച്ചും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. കോമൺ പറഞ്ഞാൽ ഇപ്പോൾ ഒരു ജിമ്മിൽ അറ്റ് എ ടൈം ഒരു 50 ക്ലയൻസ് വന്നിട്ടുണ്ട്. അവിടെ ഒരു 4 ജനറൽ ട്രെയിനേഴ്സ് കാണും. ഈ 50 പേർക്കും ജനറൽ ട്രെയിനേഴ്സ് ഓരോരുത്തർക്ക് എന്നിട്ട് അവരുടെ ഫിറ്റ്നസ് ലെവൽ നോക്കിയിട്ട് പറയുന്ന കാര്യം പോസിബിൾ അല്ല. മനസ്സിലായോ? അപ്പോൾ എല്ലാവർക്കുമായിട്ടൊരു വർക്കൗട്ട് ഷെഡ്യൂൾ ആയിരിക്കും. എല്ലാവർക്കും പെട്ടെന്ന് ഇഞ്ചുറി ഒന്നും വരാത്ത രീതിയിലുള്ള കോമൺ വർക്കൗട്ട് ഷെഡ്യൂളെ എല്ലാവർക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. മറ്റത് പോസിബിൾ അല്ല. ഈ ജനറൽ പേഴ്സണൽ ട്രെയിനർ ആകുമ്പോൾ പേഴ്സൺ ടു പേഴ്സൺ ആണ്. 1 മണിക്കൂറാണ് ആ പ്രോഗ്രാം സെക്ഷൻ എങ്കിൽ ആ പേഴ്സണൽ ട്രെയിനർ ആ ക്ലയൻറ്റ് അടുത്ത് മാത്രമേ നിൽക്കൂ, വേറെ ആളടുത്ത് സംസാരിക്കാനോ ഒന്നിനും പോകുന്നില്ല. അയാളുടെ ഫിറ്റ്നസ് ലെവൽ അറിഞ്ഞ് അയാൾക്ക് ഇന്ന അസുഖങ്ങളുണ്ട്, അയാൾക്ക് ഇങ്ങനെ ഫൈബ്രോമയാൾജി ഉണ്ട്, അയാളുടെ ഏജ് എത്രയാണ്, അയാൾക്ക് ഫാറ്റി ലിവർ ഉണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് ഇങ്ങനെ ഹാർട്ട് പ്രോബ്ലങ്ങളുണ്ട്, ഇങ്ങനെയുള്ള 100 അല്ലെങ്കിൽ ഫ്രോസൺ ഷോൾഡർ ഉണ്ട്, അപ്പോൾ അയാൾക്ക് ആ വർക്കൗട്ട് കൊടുക്കാൻ പാടില്ല. ഇങ്ങനെ 100 കാര്യങ്ങൾ അയാളുടെ ഫിറ്റ്നസ് അസസ് ചെയ്തതിന് ശേഷം വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് പേഴ്സണൽ ട്രെയിനറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അത് പെട്ടെന്ന് അറിയാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ ഒരു ജനറൽ ട്രെയിനറിലാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളിപ്പോൾ പറയുകയാണ് ആ പുള്ളിക്കാരൻ്റെ അടുത്ത്, എന്തായാലും ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റേതായ എഡ്യൂക്കേഷനും മീൻസ് ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പറയുകയാണ് നമുക്ക് ഇന്ന പ്രോബ്ലംസ് ഉണ്ട്, ജനറൽ ട്രെയിനറിൻ്റെ അടുത്താണെങ്കിൽ കൂടി നമുക്ക് ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ട്, അപ്പോൾ നമുക്ക് അതിനുള്ള അനുസരിച്ചുള്ള വർക്കൗട്ടേ തരാവൂ എന്ന് നമുക്ക് ജനറൽ ട്രെയിനറിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ സംഭവം നമുക്ക് കുറേ ഒരു അത് പോസിബിൾ ആവുന്ന കാര്യം ഭയങ്കര പാടാണ്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഒരു ജിമ്മിൽ ഒരു 10-50ഓളം ക്ലയൻസ് ഒരേ ടൈമിൽ വർക്കൗട്ട് ചെയ്യുന്നു, ഒരു 4ഓളം പേഴ്സണൽ ജനറൽ ട്രെയിനർ നിൽക്കുന്നു. ഇവരുടെ എല്ലാവരുടെയും ഫിറ്റ്നസ് അസസ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. മനസ്സിലായി? ഇപ്പം ഞാൻ ഇപ്പോൾ ജയശ്രീ പറയണേ ട്രെയിനറോട് പറഞ്ഞു എനിക്കിങ്ങനെ കൈക്ക് ചെറിയൊരു വേദനയുണ്ട്, അപ്പോൾ ഓക്കെ അയാൾ പറയും എങ്കിൽ നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യില്ലേ, നിങ്ങൾ ഇന്ന കാര്യം. പക്ഷേ നിങ്ങളുടെ ബാക്കി കാര്യങ്ങൾ മൊത്തം ഇപ്പോൾ അയാൾക്ക് നിങ്ങളുടെ ബാക്കി ഹെൽത്ത് ഫുള്ള് കൺട്രോൾ അറിയത്തില്ലായിരിക്കും. ഇപ്പം നിങ്ങൾ പറയുന്ന ഒരു ഒറ്റ കാര്യം വെച്ചിട്ട് അയാൾക്കത് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും അയാൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഈ 50 പേരുടെയും ഫുഡ് എന്താണ് കാര്യങ്ങളൊന്നും അയാൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ, നിങ്ങളുടെ സ്ലീപ്പ് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളെ പറ്റിയിട്ട് അയാൾക്ക് ഇപ്പോൾ ജനറൽ പേഴ്സണൽ ട്രെയിനർ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇയാൾ ദിവസങ്ങളോളം നിങ്ങൾ സ്റ്റഡി ചെയ്ത് ഇപ്പോൾ എൻ്റെ ക്ലയൻസിൻ്റെ അവരുടെ ഹെൽത്ത് കണ്ടീഷൻസ് അവരെക്കാളും കൂടുതൽ എനിക്കറിയാം. ഇപ്പോൾ ഒരു വെയിറ്റ് സെറ്റ് കൊടുക്കുമ്പോൾ അവർ പറയുകയാണ് ഞാൻ ഇപ്പോൾ 10 kg എടുക്കാമെന്ന് പറയുമ്പോൾ ഞാൻ പറയും ഇല്ല, നിങ്ങൾക്ക് 7.5 എടുക്കാനേ ആയിട്ടുള്ളൂ. കാര്യം എനിക്ക് അത്രയും അറിയാം. ഇപ്പോൾ അവർ എനിക്ക് 10 മതി, ഞാൻ പറയും ഇല്ല നിങ്ങൾക്ക് 15 പുഷ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഐ നോ. കാര്യം എനിക്കറിയാം, ഞാൻ അവരെ അത്രത്തോളം ഡീപ്പായിട്ട് അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു ബാക്കിയുള്ള ജനറലായിട്ട് നിൽക്കുന്ന ക്ലയൻസിനെ എനിക്കറിയത്തില്ല. അവരെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്കെ എടുക്കാൻ പറയാം, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതൊരു ജനറൽ ട്രെയിനറിൻ്റെ കുറ്റമല്ല, അവർക്ക് അത്രേ പറ്റൂ. ഒരു ഹ്യൂജ് ആളിനെ നമ്മൾ ഒരാൾ കൺട്രോൾ ചെയ്യുന്നതും ഒരു പേഴ്സൺ ടു പേഴ്സൺ എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമായിരിക്കും. നമ്മൾ ഈ പേഴ്സണൽ ട്രെയിനർ എന്ന് പറയുമ്പോൾ ജനറൽ ട്രെയിനറിനെക്കാളും ഒത്തിരി എക്സ്പെൻസ് കൂടുതലാണ്. അപ്പോൾ അത്രയും എക്സ്പെൻസ് കൊടുത്ത് നമ്മളൊരു പേഴ്സണൽ ട്രെയിനറിനെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മളതൊക്കെ ആലോചിച്ച് എന്തൊക്കെയായിരിക്കും നമ്മൾ എങ്ങനെയാണ് നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റുക, എന്താ നല്ല പേഴ്സണൽ ട്രെയിനറാണ് എന്നുള്ള കാര്യം? അതൊരു നല്ല ക്വസ്റ്റ്യനാണ്. കാര്യം നമ്മളൊരു പേഴ്സണൽ ട്രെയിനർ നോർമലി പേഴ്സണൽ ട്രെയിനർ ഒത്തിരി എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഒരു പേഴ്സണൽ ട്രെയിനറിനെ നമ്മുടെ ഫിറ്റ്നസ് ഗോൾ അച്ചീവ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് എങ്ങനെ ചൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി
അവരുടെ സർട്ടിഫിക്കേഷൻസ് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. നിങ്ങൾ ഇങ്ങനത്തെ സർട്ടിഫൈഡ് ആണോ, നിങ്ങൾ ഏതിൻ്റെ സർട്ടിഫൈഡ് ആണ്, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള ക്ലയൻസുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് അവരുടെ അടുത്ത് ഈ ട്രെയിനർ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ വളരെ നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയാസ് നോക്കിക്കഴിഞ്ഞാൽ അവർ ട്രാൻസ്ഫോം ചെയ്ത ആളുകളുടെ ഡീറ്റെയിൽസ് കാണാം. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുമായിട്ട് ഭയങ്കര ഒരു ബോണ്ടിങ് ഉണ്ടാകുന്ന ആളായിരിക്കണം. ഇപ്പം നമ്മളൊരു ലൈഫ് പാർട്ണറെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര സെലക്ട് ചെയ്യൂലേ, അത് കണക്ക് നമുക്ക് ഭയങ്കര ബോണ്ടിങ്, നമുക്ക് മെൻ്റലി അല്ലെങ്കിൽ നമുക്ക് അവരോട് ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പേഴ്സണൽ ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് വളരെ ഒത്തിരി അറ്റാച്ച്ഡ് ആയിരിക്കണം. ഇപ്പം നമ്മുടെ ചിന്താഗതി വേറെ, അവരുടെ ചിന്താഗതി വേറെ ആണെങ്കിലല്ല. കാര്യം 1-1.5 മണിക്കൂറെന്ന് പറയുമ്പോഴത്തേക്ക് അവർ നമ്മൾ നല്ല ബോണ്ടിങ് ആവേണ്ടതാണ്. അപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അവർ പെരുമാറുന്ന രീതി എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ ക്വാളിഫിക്കേഷൻ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പലർക്കും ഇപ്പോൾ ഇതൊക്കെ നോക്കുകയാണ്. ഇപ്പോൾ ക്വാളിഫിക്കേഷനൊക്കെ ചോദിക്കാൻ മടിയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമെന്ന് വെച്ചാൽ നല്ല ഒരു പ്രീമിയം ജിമ്മിൽ പോയിട്ട് ജോയിൻ ചെയ്യാമെന്നുള്ളത്. കാര്യം ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രത്തെ ഫിനിക്സ് ബീഫിറ്റ് എന്ന് പറയുന്ന കുറവൻകോണത്തുള്ളൊരു ജിമ്മാണ്. അപ്പോൾ അതൊരു നല്ല പ്രീമിയം ജിമ്മാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ജിമ്മുകളുടെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു പേഴ്സണൽ ട്രെയിനറെ ഹയർ ചെയ്യുമ്പോൾ തന്നെ അവർ ആൾറെഡി അവരുടെ സർട്ടിഫിക്കേഷൻസും എല്ലാം വെരിഫൈ ചെയ്ത കാര്യം, അവരുടെ ഒരു ബ്രാൻഡിൽ വരുന്ന സാധനമല്ലോ, വെരിഫൈ ചെയ്ത് അത്രയും ക്വാളിഫൈഡ് ആണെങ്കിൽ അവർ നിർത്തത്തുള്ളൂ. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള പ്രീമിയം ജിമ്മുകളിൽ പോകുമ്പോൾ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം. ഇവർ ആൾറെഡി ഈ മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ ഫിൽറ്റർ ചെയ്ത ട്രെയിനേഴ്സ് ആയിരിക്കും എന്ന് നമുക്ക് ഫിൽറ്റർ ചെയ്യാം. പിന്നെ അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യണമെങ്കിൽ ആരാണോ ചൂസ് ചെയ്യണമെങ്കിൽ ചൂസ് ചെയ്യാം. സോ മെയിൻ തിങ് ഈസ് നിങ്ങൾക്ക് നിങ്ങൾ പോയി അന്വേഷിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഒരു പ്രീമിയം ജിമ്മുകൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ജിമ്മൊക്കെ വളരെ നല്ല ജിമ്മാണ്. ഫിനിക്സ് ബീഫിറ്റിലേക്ക് ഒരു 8-10 പേഴ്സണൽ ട്രെയിനേഴ്സ് ഉണ്ട്. അവരെല്ലാം ഹൈ ക്വാളിഫൈഡ് ആണ്. അപ്പോൾ അതുപോലെയുള്ള ഒരു ജിമ്മുകൾ സെലക്ട് ചെയ്യുക, അതാണ് ഏറ്റവും ബെറ്റർ ചോയ്സ്. ഓക്കെ, താങ്ക് യു.